12:30. കുംഭമേളയിലെ ഏറ്റവും വലിയ ആകർഷകങ്ങളിലൊന്നായ നാഗ സന്യാസിമാരുടെ നൈറ്റ് ലൈഫ് എങ്ങനെയായിരിക്കും അതറിയാൻ നമുക്ക് ത്രിവേണി സംഗമത്തിന് സമീപത്തെ ജുന അഖാഡയിലേക്ക് പോകാം. വരും. സൂര്യൻ അസ്തമിച്ചാൽ വൈവിധ്യമാർന്ന പുതുകാഴ്ചകളുടെ വിസ്മയമാണ് കുംഭനഗരിയിലെങ്ങും. നാഗസന്യാസിമാർ, സന്യാസിനികൾ, ആൾദൈവങ്ങളായി സ്വയം അവതരിച്ച ഭക്തർ, ഇവരെ കാണാനെത്തിയ വിദേശികളും സ്വദേശികളുമായ ആയിരക്കണക്കിന് ആളുകളും. രാത്രിയായാൽ വിവിധ അഖാരകളിലാണ് നാഗസന്യാസിമാരിൽ ഭൂരിഭാഗവും. അവർ നഗ്നരാണ്. എന്നാൽ നഗ്നത മറ്റുള്ളവർ കാണുന്നതിൻ്റെ ജാള്യത അവരുടെ മുഖത്തില്ല. നൂറുകണക്കിന് പേരാണ് നാഗസന്യാസിമാരുടെ അനുഗ്രഹം തേടി അഖാരകളിലേക്ക് എത്തുന്നത്. ചിലർ സൗജന്യമായി അനുഗ്രഹം നൽകും. എന്നാൽ ഭൂരിപക്ഷം പേരും അനുഗ്രഹത്തിനായി പണം ചോദിക്കും. രാത്രി ഉറങ്ങുന്നതിന് സമയമില്ലെങ്കിലും മിക്ക നാഗസന്യാസിമാരും പുലർച്ചെ എണീക്കുന്നവരാണ്. ये तो मन की बात है, अभी मन करे अभी सो जाओ. वैसे सुबह 3:30 बजे का टाइम है. 3 से 3:30 से जाग जाओ, अपना कर्म करो, भजन करो, आरती पूजा है और मंदिर भी धोना है. तो पहला स्नान ध्यान करने के बाद में मंदिर धो करके पूजा पाठ करेला. ചില നാഗസന്യാസിമാർ പൊതുസ്ഥലങ്ങളിൽ നിന്ന് ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നതും കാണാമായിരുന്നു. സ്മാർട്ട് ഫോണുകളും ആഡംബര വാഹനങ്ങളുമുള്ള ചില സന്യാസിമാരെയും ഇതിനിടയിൽ കണ്ടു. എല്ലാവരും തിരക്കിലാണ്. അഖാരകളിലെ കാഴ്ചകൾ കണ്ട് ഗംഗയുടെ മറുകരയിലെത്തിയപ്പോൾ അവിടെയും തിരക്കോട് തിരക്കാണ്. അടുത്ത ദിവസം പുലർച്ചെയുള്ള ശുഭമുഹൂർത്തത്തിൽ അമൃതസ്നാനം നടത്താനായി ഗംഗയുടെ തീരത്ത് കിടക്കുന്ന നിരവധി പേരെ അവിടെ കാണാം. രാവിലത്തെ തിരക്കിനായി കാത്തു നിൽക്കാതെ രാത്രി തന്നെ സ്നാനം ചെയ്ത് മടങ്ങുന്ന ചിലരെയും അവിടെ കണ്ടു. അല്പം കൂടി മുന്നോട്ട് പോയാൽ നാട്ടിലെ ഉത്സവപ്പറമ്പിലെത്തിയ ഫീലാണ്. സമയം പുലർച്ചെ 3 മണിയാകാറായി. മഹാകുംഭമേള നടക്കുന്ന നഗരിയിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം ഓരോ നിമിഷം കഴിയുന്തോറും ഇങ്ങനെ കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ രാത്രി കാണുന്ന കാഴ്ചകളൊക്കെ പറഞ്ഞാലും തീരില്ല. പക്ഷേ എല്ലാ സ്റ്റോറികൾക്കും ഒരു സൈൻ ഓഫ് ആവശ്യമാണ്. അതുകൊണ്ട് ഈ സ്റ്റോറി ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രയാഗ്രാജിൽ നിന്നും ജഗദീഷ് മിശ്രനൊപ്പം ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.